നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. കളി വെളിച്ചക്കുറവ് മൂലം നേരത്തെ നിർത്തി, അല്ലെങ്കിൽ ഇന്ന് തന്നെ സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ട് ആകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. ഇന്ത്യ കളി പിടിച്ച് കഴിഞ്ഞു. 93-7 എന്ന രൂപത്തിലാണ് സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാം ഇന്നിങ്സ് എന്ന് പറയുമ്പോൾ അവർക്കിപ്പോൾ 63 റൺസിൻ്റെ ലീഡ് മാത്രമേ ഉള്ളൂ. 4000 റൺസ് ടെസ്റ്റിൽ തികച്ച് ഓൾറൗണ്ടേഴ്സിൻ്റെ കാര്യത്തിൽ എലൈറ്റ് ക്ലബിലേക്ക് ജോയിൻ ചെയ്ത അതേ ദിവസം തന്നെ രവീന്ദ്ര ജഡേജ ബോൾ കൊണ്ടും തൻ്റെ മികവ് ആവർത്തിച്ചു. 4 വിക്കറ്റുകളാണ് സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാം ഇന്നിങ്സിൽ അദ്ദേഹം പിഴുതിയിരിക്കുന്നത്. ഏതായാലും സൗത്ത് ആഫ്രിക്ക രണ്ടാം ഇന്നിങ്സിൽ 93-7 കളിയിൽ നമുക്കറിയാമല്ലോ. ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക ഫസ്റ്റ് ഇന്നിങ്സിൽ 159 ഓൾ ഔട്ടായിരുന്നു. ഇന്ത്യയുടെ ഇന്നിങ്സ് ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. ഇന്ന് നമ്മുടെ ഇന്നിങ്സ് 189 അവസാനിച്ചു. അതിൽ ശുഭ്മൻ ഗില്ലിന് പരിക്കാണ്. അദ്ദേഹത്തിന് കഴുത്തിന് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് അദ്ദേഹം റിട്ടയർഡ് ആയിട്ടായി പോയിരുന്നു. ഏതായാലും ഇന്ത്യയുടെ ഇന്നിങ്സും മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ, പോസ്റ്റ് ലഞ്ച് സെഷനിലെ വീഡിയോയിൽ ഇട്ടതുകൊണ്ട് നമ്മൾ വിശദമായിട്ട് പറയുന്നില്ല. ഇനി സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാം ഇന്നിങ്സിൽ എന്ത് സംഭവിച്ചു അതാണ് നമ്മൾ നോക്കുന്നത്. സൗത്ത് ആഫ്രിക്കയുടെ രണ്ടാം ഇന്നിങ്സിൽ റിക്കിൾട്ടനും ഏഡൻ മാർക്രമും ചേർന്ന് ഓപ്പണിംഗ് കൂട്ടുകെട്ട് വെറും 18 റൺസിൽ മാത്രമാണ് എടുത്തത്. 18-1, 25-2, 38-3, 40-4 അവരങ്ങനെ തകർന്നു പോവുകയായിരുന്നു. റിയാൻ റിക്കിൾട്ടൺ 23 പന്തുകളിൽ നിന്ന് 11 റൺസ് അടിച്ചപ്പോൾ ഏഡൻ മാർക്രം 23 പന്തുകളിൽ നിന്ന് 4 റൺസാണ് അടിച്ചത്. വിയാൻ മൽഡർ 30 പന്തുകളിൽ നിന്ന് 11 റൺസ്, ടോണി ഡി ജോർസി 2 റൺസുമായിട്ട് മടങ്ങി, ട്രിസ്റ്റൻ സ്റ്റെപ്സ് 5 റൺസുമായിട്ട് മടങ്ങി, കേൽ വരൈൻ 9 റൺസ്, മാർക്കോ യെൻസൻ 13 റൺസ്. കിടിലൻ ക്യാച്ചാണ് കേൽ രാഹുൽ എടുത്തത് മാർക്കോ യെൻസനെ പറഞ്ഞു വിടാൻ. ഇതിപ്പം കേൽ വരൈനെ അക്സർ പട്ടേൽ പറഞ്ഞു വിട്ട് തൊട്ടടുത്ത പന്തിൽ മാർക്കോ യെൻസനും പോയി എന്ന് കരുതിയതാണ്. പക്ഷേ LBW റിവ്യൂ ചെയ്ത് മാർക്കോ യെൻസൻ ക്രീസിൽ സർവൈവ് ചെയ്തു. ബട്ട് ഇന്നത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റിയില്ല. കുൽദീപിൻ്റെ പന്തിലെ കിടിലനൊരു ക്യാച്ചിൽ കേൽ രാഹുൽ യെൻസിനെ പറഞ്ഞു വിട്ടു. 16 പന്തിൽ നിന്ന് 13 റൺസ്. കോർവിൻ ബോഷാണ് ഇപ്പോൾ ടെമ്പ ബൗമക്ക് കൂട്ടായിട്ട് ക്രീസിൽ. ബോഷ് 1 റൺസുമായിട്ട് നിൽക്കുമ്പോൾ ടെമ്പ ബൗമ പൊരുതി നിൽക്കുന്നുണ്ട്. 78 പന്തിൽ നിന്ന് 3 ഫോറുകളുടെ സഹായത്തോടെ 29 റൺസുമായിട്ട് അദ്ദേഹം ക്രീസിലുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ എത്ര ദൂരം? ഇനി പിന്നാലെ വരുന്നത് ബാറ്റർമാരല്ല, സിമ്രോൺ ഹാർമറും കേശവ് മഹാരാജും മാത്രമാണ് ഇനി ബാറ്റ് ചെയ്യാൻ എത്താനുള്ളത്. കോർവിൻ ബോഷ് ടെമ്പ ബൗമ സഖ്യത്തെ നാളെ രാവിലെ തന്നെ പൊളിക്കാൻ പറ്റിയാൽ ഒരു 100 റൺസ് പോലും ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ട എന്ന രൂപത്തിൽ അവരുടെ ഇന്നിങ്സ് നമുക്ക് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. ഇന്ത്യൻ ബൗളിങ്ങിൽ ജഡേജ തന്നെയാണ് സ്റ്റാർ. 13 ഓവറുകൾ എറിഞ്ഞ് അദ്ദേഹം 29 റൺസിന് 4 വിക്കറ്റ് എടുത്തപ്പോൾ കുൽദീപ് 5 ഓവറിൽ 12 റൺസിന് 2 വിക്കറ്റ് എടുത്തു. അക്സർ 11 ഓവറിൽ 30 റൺസിന് 1 വിക്കറ്റ് എടുത്തു. സോ കാര്യം വളരെ കൃത്യമാണല്ലോ. നമ്മുടെ സ്പിന്നർമാർ തന്നെ അവിടെ വാഴുന്നു. പിച്ചിൻ്റെ സ്വഭാവം നിങ്ങൾ കണ്ടു. നമ്മളത് റിവ്യൂവിൽ വിശദമായിട്ട് പറയാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്. വല്ലാത്തൊരു ദിവസമാണ്. വിക്കറ്റുകൾ ചറപറ വീണ ദിവസം. നമ്മളിതാ സൗത്ത് ആഫ്രിക്കയെ പിടിച്ച് തോൽവിയുടെ വക്കത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ നാളെ പൂർത്തിയാക്കാൻ പറ്റും എന്ന് കരുതുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.